പ്രിയമുള്ളവരെ നമസ്കാരം. ഇത് കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്ന ഒരു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ഇതെൻ്റെ ഒരു സുഹൃത്താണ് എനിക്കിത് അയച്ചു തന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. ആലുവയിൽ വെച്ച് ഒരു അന്യസംസ്ഥാന ട്രക്ക് ടൂറിസ്റ്റ് ബസ്സിൽ മുട്ടിയതുമായി ബന്ധപ്പെട്ടാണ് സംഭവങ്ങളുടെ തുടക്കം. മുട്ടിയതിന് ശേഷം നിർത്താതെ പോയ ട്രക്ക് ബസ്സുകാർ തടഞ്ഞിടുന്നു. പിന്നീട് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം ആക്രോശിച്ചുകൊണ്ട് ഈ വാഹനം തല്ലിത്തകർക്കുകയും ഒപ്പം അതിനകത്തുള്ള ഡ്രൈവറെയും സഹായിയൊക്കെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഡ്രൈവർ കൈകൂപ്പിക്കൊണ്ട് നിലവിളിക്കുന്നുണ്ട്, തല്ലരുതേ എന്ന് പറഞ്ഞ് അയാൾ യാചിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഇവർ വീണ്ടും വീണ്ടും ഇയാളെ ആക്രമിക്കുന്ന രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് മറ്റ് യാത്രക്കാരും നാട്ടുകാരും ഈ പ്രശ്നത്തിലേക്ക് ഇടപെട്ടതോടുകൂടി ഇവർ ഈ നാട്ടുകാർക്കെതിരെയും ആക്രോശിച്ചുകൊണ്ട് തിരിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്ത്രീകളടക്കമുള്ളവർ കലാപാഹ്വാനം നൽകിക്കൊണ്ട് അവിടെ ഒരു ഭീകര അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഓഡിയോ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക. പിന്നീട് നാട്ടുകാരുടെ ശക്തമായ ഇടപെടൽ നിമിത്തം പോലീസ് അവിടെ എത്തുകയും രണ്ട് കൂട്ടരോട് സംസാരിക്കുകയും 2 വണ്ടികൾ കസ്റ്റഡിയിലെടുക്കുകയും ഈ ആക്രമണം നടത്തിയ ആൾക്കാർക്കെതിരെയൊക്കെ കേസൊക്കെ ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നിസ്സാരമായ ഒരു വാഹനം ഉരസിയതുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഒരു നിമിഷം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ തട്ടലുകൾക്കും മുട്ടലുകൾക്കും ഒക്കെ നമ്മൾ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായി മാറുമെന്ന് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം. ഇതിനെതിരെ എന്തായാലും ശക്തമായ നടപടി വേണം. നിസ്സാരമായി പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം നിരപരാധികളെ തല്ലിച്ചതച്ചുകൊണ്ട് തങ്ങളുടെ കൈക്കരുത്ത് കാട്ടിയ എല്ലാവരും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ഒരു കാരണവശാലും വഴുതി പോകാൻ വേണ്ടി പാടില്ല. അത് മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കുകയും വേണം. എല്ലാവർക്കും നന്ദി.